നിങ്ങൾ പോയി കാണാൻ എനിക്ക് അർജന്റ് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. ലക്ഷ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഞാൻ. പടം സൂപ്പറായിരുന്നു. ഹിറ്റാ. കമന്റന്റ് അടിപൊളി, അമേസിങ്. തകർത്ത് പൊളിച്ചു, ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മോഹൻലാലിന് കുഴപ്പമില്ല. ഒരു പക്ക ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. മഹേഷ് നാരായണൻ ഡയറക്ഷൻ സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടിക്കാണെങ്കിലും മോഹൻലാലാണെങ്കിലും കറക്റ്റ് സ്പേസിങ് ക്യാരക്ടേഴ്സിനും ഫഹദ് ഫാസിൽ എല്ലാവരും അറിയേണ്ട ഒരു സ്റ്റോറിയാണ്. എല്ലാരും പോയി കാണണം, അതാ പറയാനുള്ളത്. കണ്ടാലേ നമുക്ക് മനസ്സിലാവും. ലാഗൊന്നുമില്ല, കിടിലൻ സീൻ പടമാണ്. നല്ല മൂവി, നല്ല മൂവി ആയിരുന്നു, നല്ലതായിരുന്നു. 20 വർഷത്തിന് ശേഷമല്ലേ മമ്മൂക്കയും ലാലേട്ടനും പിന്നെ സ്ക്രീനിൽ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലായിരുന്നു, മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. രണ്ടുപേരും നന്നായിട്ടുണ്ട്, നല്ലായിരുന്നു. എല്ലാവർക്കും വന്ന് കാണാം, ഫാമിലി ആയിട്ട് വന്ന് കാണാം. മെസ്സേജും അത് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്, ചിന്തിക്കാവുന്നതാണ്. മൊബൈലിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ. ഓരോരു നല്ല പടമായിരുന്നു. ലൈക്ക് നമുക്കൊരു അവയർനെസ് ആണ് ഈ പടം. നമ്മളെല്ലാവരും ബീങ് വാച്ച്ഡ് ആണെന്നുള്ളത്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളും ബീങ് വാച്ച്ഡ് ആണെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പടം കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി ഇത്തിരി കെയർഫുൾ ആയിരിക്കും. ലൈക്ക് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴും എല്ലാം നമുക്കൊരു അവയർനെസ് ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ആയിട്ട് നല്ലൊരു പടമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ജനറൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആക്ടിങ് വൈസ് നമുക്ക് ലാലേട്ടന് രണ്ടുപേരും ഉണ്ട്. രണ്ടുപേരെ സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ കാണാനായിട്ട്. നല്ലൊരു മൂവിയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ രണ്ടുപേരുടെ ഫാൻസ് ആണ്. അപ്പോൾ നമുക്കത് ഓവറോൾ രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നാണ്. രണ്ടുപേരും കട്ടക്കാണ്. രണ്ടുപേർക്കും ആ പടത്തിൽ നല്ലൊരു എന്താ പറയുന്നത്, രണ്ടുപേരും നല്ല രീതിയിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇല്ല. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല. നമ്മൾ ഇന്റർവെൽ എത്തിയല്ലോ എന്ന് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഇത് കാണുമ്പോഴാണ് നമ്മൾ വേഗം ഇന്റർവെൽ എത്തിയല്ലോ എന്ന് ഓർക്കും. ഇന്റർവെൽ കഴിഞ്ഞ് കഴിയുമ്പോൾ വേഗം തന്നെ മൂവി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇത് സംഗതി മാസമായിട്ടുണ്ട്. ഇനിയിപ്പം മോഹൻലാൽ മമ്മൂക്ക ഇപ്പൊ കിടക്കാച്ചായിട്ടുണ്ട്. ഞാൻ എന്തായാലും മാസ് എൻട്രി മോഡൽ പടം എന്ന് വെച്ചാൽ സോൾജിയർ മോഡൽ ഒരു പടമാണ്. എന്തായാലും പക്ക എന്റർടൈൻമെന്റ്. അതുപോലെ തന്നെ എന്താ പറയണ മാസ് പടമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ ലോകത്ത് മൊത്തം, ഇപ്പം ഈ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു കാര്യം, ലാപ്ടോപ്പ് എന്നൊരു വിഷയം അല്ലേ, മിസ്യൂസ് ചെയ്യും. അതെച്ചാൽ സ്ത്രീകളിൽ വെച്ച് അത് മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ശരിക്കും എന്തായാലും കാണിച്ചില്ല. മെയിൻ പോസിറ്റീവായിട്ട് പറയേണ്ടത് മമ്മൂക്കി ലാലേട്ടൻ തമ്മിലുള്ള സീൻസാണ്. പിന്നെ ഫൈറ്റ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള ഹോസ്പിറ്റൽ ഫൈറ്റ് സീനൊക്കെ കിട്ടുമായിരുന്നു. ലാസ്റ്റത്തെ ഫൈറ്റും കൊള്ളാം. മമ്മൂക്കി ലാലേട്ടനും അടിപൊളിയായിട്ടുണ്ട്. പടം ഓക്കെ, കണ്ടിരിക്കാം. ഇത് ഒരു എന്താ തിയേറ്റർ കാണാനുള്ള സെറ്റപ്പ് ഉണ്ട് അത്യാവശ്യം. നല്ല മൂവിയായിരുന്നു. എല്ലാം അടിപൊളി, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പോയി കാണാം. ഇമോഷൻസ് അങ്ങനത്തെ സീനുകളുണ്ട്. അടിപൊളിയാണ്, ഗൂസ് ബംസ് ആണ്. നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട. എല്ലാം അടിപൊളി, എല്ലാം നൈസ്. മൂവി നല്ല മൂവിയാണ്. സീൻ ബൈ സീൻ മമ്മൂട്ടി ക്യാരിഡ് ദ മൂവി. പിന്നെ മ്യൂസിക്, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ ഒക്കെ സെറ്റായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. പിന്നെ കോംബോ, നമ്മളെ കോംബോ എത്ര ആളുടെ വെയിറ്റ് ചെയ്യുന്ന കോംബോ ആണ്. പക്ഷേ മമ്മൂട്ടി മോളിൽ എത്ര സിറ്റുവേഷൻ കിട്ടുന്ന കോംബോ ആണ്. നല്ല ഒരുമിച്ച് കേസൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ കെമിസ്ട്രി നമുക്ക് ഭയങ്കര രോമാഞ്ചം, മഴ നിൽക്കാൻ ഭയങ്കര രോമാഞ്ചം വരുന്ന രൂപമായിരുന്നു. തീർച്ചയായിട്ടും ഒരു ചരിത്ര നിമിഷം വിറ്റ്നസ് ചെയ്ത് വിറ്റ്നസ് ചെയ്ത് ജസ്റ്റ് ഇറങ്ങി വരികയാണല്ലോ. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബിഗംസ് ആഫ്റ്റർ ഇത്രയും വർഷത്തിന് ശേഷം അവർ ഒന്നിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസ്, മികച്ച മേക്കിംഗ്. ഇതിനൊരു ഭാഗമാകാൻ പറ്റിയത് എൻ്റെ ലൈഫിൽ എന്താ പറയുക വലിയ തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും ലൈക്ക് കണ്ടന്റ് വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും ഓഫ് കോഴ്സ് നമ്മുടെ ബിഗംസ് ഉണ്ട്. എല്ലാ അർത്ഥത്തിലും ആൽബം മമ്മൂക്ക ലാലേട്ടൻ എല്ലാ അർത്ഥത്തിലും ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യണം. അത് വേറൊരു മാജിക്കാണ് നിങ്ങൾക്ക്.
തീർച്ചയായിട്ടും. നമ്മൾ സാധാരണക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി വരും. നമ്മളുടെ എവരി മൊമെൻറ്റും വാച്ച് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ കാണുന്നുണ്ട് എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവും. ഇനി ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ഭയങ്കര ഒരു മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കൊരു പേടി വരും, അത്ര തന്നെ. നമുക്ക് ഇവിടെ പിന്നിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്യേണ്ടെന്ന് നമുക്കൊരു സാധനം ഫീൽ ചെയ്യും.